Hello guys, welcome back to another video of Atom Gamer RB guys. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 2. അപ്പം നമ്മൾ ഗ്രാനിനെ വെച്ച് മാത്രമേ കളിക്കുന്നുള്ളൂ. അപ്പൂപ്പനെ കൊണ്ട് വേണമെന്ന് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അത് പറയത്തില്ലെങ്കിൽ ഞാൻ തന്നെ ഇട്ട് കളിച്ചോളാം. നമുക്കിപ്പോൾ നേരെ നമ്മുടെ വീട്ടിൽ പോവാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഗ്രാനി കിഡ്നാപ്പൊക്കെ ചെയ്ത് എണീറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രാനി എണീക്കുന്നത് ഗൈസ് ദുരന്തത്തിലോട്ട് തന്നെയാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗ്രാനി ഇനിയും ദുരന്തത്തിൽ തന്നെയാണ് എണീക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കിക്കോ, കണ്ട് മനസ്സിലാക്കും ഗൈസ്. ആദ്യം നമുക്ക് ഈ വേസ് എടുക്കണം, എന്നിട്ട് നമുക്ക് നേരെ പോയി താഴോട്ട് വീണ്ടും ചെല്ലണം. നമുക്ക് ഇത് ഇവിടെ ഇട്ടിട്ട് അമ്മച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. തളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ആണ് പ്രശ്നം. തളച്ചി വരൂ അമ്മോ. ഗ്രാനി ആ റൂമിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മളിനി ഗ്രാനിനെ അവസ്ഥ കൊന്നു കളഞ്ഞു ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഗ്രാനിനെ നമ്മൾ കൊന്നു കളയുന്നു. ഗ്രാനി എണീക്കുന്നതിൻ്റെ നാശത്തിലോട്ടാണ് ഗൈസ്. എന്ത് ചെയ്യാൻ, അങ്ങനെ ആയിപ്പോയില്ലേ. നമുക്കിതൊക്കെ പറഞ്ഞു നോക്കാം. നത്തിങ് 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 എന്ന് പറഞ്ഞാൽ വേണ്ട സാധനമൊന്നും കിട്ടാത്തതുണ്ടോ കേട്ടോ. നത്തിങ്. കക്കൂസ് ഗ്രാനിക്കൊന്നും കലത്തില്ല, ഫ്ലഷ് പോലും അടിക്കത്തില്ല. എന്തുവാ ഗ്രാനി ഇങ്ങനൊക്കെ. നത്തിങ് നത്തിങ് ഈ സെക്യൂരിറ്റിക്ക് ഉണ്ട്, ഗ്യാസലിംഗ് ക്യാനും ഉണ്ട്. അത് രണ്ടും വേണ്ടയാ. ഇതിനകത്ത് നത്തിങ് നത്തിങ്, പിന്നെ ഇതിനകത്ത് നത്തിങ്. ഇതിനകത്ത് സ്പാർക്ക് പ്ലഗ് ഉണ്ട്. ബോട്ട് എസ്കേപ്പിന് ഹാൻഡ് വീല് വേണ്ട. ഇതിനകത്തൊന്നുമില്ല. നത്തിങ്. അയ്യോ ഗ്രാനി ഉണ്ടു. അമ്മച്ചി ഓടിക്കോ. അയ്യോ പുറകെ വരുന്നുണ്ട്. ശേ, ഈ അമ്മച്ചി കണ്ടു. ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആവണം. നമുക്ക് സെക്യൂരിറ്റിക്ക് അങ്ങ് എടുക്കാം. അമ്മച്ചി നമ്മൾ ഇത്ര നേരിട്ട് കണ്ടില്ല പക്ഷെ അവിടെ ഇത്ര നേരമല്ല, അവിടെ നിന്നിട്ടും കണ്ടില്ല. ഇനി നേരെ മറ്റേ വഴി കൂടെ കയറി സെക്യൂരിറ്റിക്ക് കിട്ടി നോക്കണം. ഇവിടെ സംഘം കിടപ്പുണ്ട് കേട്ടോ. എനിക്കിതങ്ങ് എടുത്തേക്കാം. ഇനിയും കളി മാറി. നമുക്ക് ഗ്രാനിനെ ഒന്നും കൂടെ പോയി പൂശിയിട്ട് വരാം. അമ്മച്ചി ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കാം. ഇപ്പോൾ മേളിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം താഴെ വന്നോളാം. ഇവിടെ കാണുമൊക്കെ. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ശബ്ദം ഉണ്ടാക്കിയേക്കാം. ഇനിയിപ്പോൾ വരുവാണെങ്കിൽ വരട്ടെ. അമ്മച്ചി വേർ ആർ യു? അമ്മച്ചി എവിടെയാണ്? അമ്മച്ചി ഇപ്പം നമ്മളുടെ അടുത്തെത്തും. അമ്മച്ചിയുടെ കാര്യം തീരുമാനമായി. നമുക്കിനി അടുത്ത കാര്യത്തിലോട്ടൊക്കെ അങ്ങ് നടക്കാം. നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. സെക്യൂരിറ്റിക്ക് തുറന്നിട്ടുണ്ട്. അവിടെ ബോട്ട് സ്റ്റിയറിംഗ് വീൽ ഇരിപ്പുണ്ട്. നമുക്കിനിയും മേളിലോട്ട് പോയേക്കാം. ഈ ഡ്രോയിങ്ങിനകത്ത് എന്തെങ്കിലും കാണുമോ നോക്കാം. ഇവിടെ ബോട്ടിയുണ്ട്, മറ്റേടത്ത് ക്രോബാറും ഉണ്ടായിരുന്നു. നമുക്കിനിയും താഴോട്ടെടുത്ത് കാണാം. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല പഴയതുപോലെ. നമുക്കിനി ഈ ബോട്ടി എടുത്ത് താഴോട്ടിടാം. ഓക്കെ, നമുക്ക് ബോട്ടി എടുക്കാം. ഇനി എടുത്തത് താഴോട്ടിടാം. ഓക്കെ, അത് കേട്ട് ഗ്രാനി ഇപ്പം വരുമായിരിക്കും മിക്കവാറും. നമുക്ക് ക്രോബാർ കൊടുക്കാം. ഓക്കെ, മിക്കവാറും നമ്മളിങ്ങനെ നൈസായിട്ട് താഴോട്ടൊക്കെ ചാടിയിട്ടുണ്ട്. നമുക്കിനിയും പോയി ഇവിടത്തെ ഈ പെട്ട തുറന്നേക്കാം. ഇതിനകത്ത് ഡക്ട് ടേപ്പ് ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. ഇനിയും നമുക്ക് സ്റ്റൺ ഗണ്ണെടുത്ത് ഗ്രാനിനെ ഒന്നും കൂടെ അങ്ങ് പൂശിയേക്കാം. നമുക്ക് ഈ അമ്മച്ചി അവിടെ പോയി കിടക്കണം. അമ്മച്ചി ഇങ്ങോട്ട്. സമയവും പോവുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. സ്റ്റൺ ഗൺ ഉണ്ടാകണമെങ്കിൽ ഫോട്ടോയിൻ്റെ അടിയിൽ കിടക്കുക. നമുക്കതാണെങ്കിൽ എടുക്കാനും പറ്റില്ല. നമുക്കിനി ചെയ്യേണ്ടതിനാകുമ്പോൾ ചൂണ്ടെടുത്തിട്ട് ഗ്രാനിനെ ഒന്നും കൂടെ ഒന്ന് പൂശിയേക്കണം. അത് കൊണ്ട് നോർമലായിട്ടുണ്ട്.
നമുക്കിനി ഇതങ്ങ് എടുത്തേക്കാം. അപ്പോൾ ഒന്നും കൂടി ഈ ഫോട്ടോ എടുത്ത് താഴെ ഇട്ടേക്കാം. അപ്പോൾ ഗ്രാനി വന്നേക്കും. ആ അതേ വരുന്നു. ഗ്രാനി സുഖമൊക്കെയാണോ? നമ്മൾ നേരത്തെ വെടിവെച്ചത് കൊണ്ടില്ല, അതുകൊണ്ട് ബാത്റൂമിൻ്റെ സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റൺ അത്യാവശ്യം നല്ല പവറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉണ്ട എടുക്കാനാണ് ഇച്ചിരി ഭാഗം. ഷോർട്ട് ഗൺ ആവുകയാണെങ്കിൽ ഉണ്ട്. ആ ഗ്രാനിയും വെച്ചി 2 ഉണ്ട വേണോ? വേണ്ട മോനെ. ഓ എന്നാലും പിടിച്ചോന്നേ, നല്ല രസമാണ്. ഇതെന്നാ വെട്ടിയിട്ട വാഴക്കൊല്ലിൽ ഇങ്ങനെ അങ്ങോട്ടൊക്കെ. ഞാനിക്കാണെങ്കിൽ അങ്ങ് വിഷമം വന്നിട്ട് വയ്യ. കാരണം ഞാൻ എപ്പോഴും വെടി വെച്ചോണ്ടിരിക്കുമല്ലേ. ഇനി നോക്കി കണ്ടുമൊക്കെ വരണം, അല്ലെങ്കിൽ ഞാൻ വീണ്ടും വെടി വെച്ചെന്നിരിക്കും. ഗ്രാനി വിഷമിക്കണ്ട, ഞാൻ ഗ്രാനിക്ക് വേണ്ടി പാട്ട് പാടിത്തരാം. ഗ്രാനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ലാണെന്ന് തോന്നുന്നത്. കാരണം എന്നാ വെച്ചാൽ ഒന്നും പറഞ്ഞില്ല. നോ റെസ്പോൺസ്. നമ്മളുടെ സേഫ് ഡോറിനകത്ത് കട്ടിംഗ് പ്ലെയേഴ്സ് ഉണ്ട്. അതിൻ്റെ ആവശ്യം നമുക്ക് പിന്നെ ഉള്ളൂ. ഇവിടെ ഒന്നും കിട്ടാനില്ലെന്നാണ് തോന്നുന്നത്. കട്ടിംഗ് പ്ലെയേഴ്സ് എടുത്ത് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. മറ്റേ നൊസ്ഫെറാറ്റുവിൻ്റെ പെട്ടിനകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ ഈ കട്ടിംഗ് പ്ലെയേഴ്സോ ചെയിൻ കട്ടറോ എങ്ങാണ്ടോ കൊണ്ടാണ് മുറിക്കണ്ടത്. ഈ സാധനം തന്നെ ഇതും കൊണ്ടാണ് മുറിക്കണ്ടത്. അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഗ്രാനിനെ കാണാനില്ലേ? എനിക്ക് തോന്നുന്നു ഇനിയും കുറച്ച് നേരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് സ്പോൺ ആവുന്നു. നമുക്ക് സ്റ്റൺ ഗൺ എടുത്തിട്ട് മേളിൽ ആ ബട്ടനെ പോയി വെടി വെച്ചാലേ നമുക്കിനിയും അത് തുറന്നെടുക്കാൻ പറ്റുള്ളൂ. ഗ്രാനി സ്പോൺ ആയിട്ടുണ്ട്, നമുക്കൊന്ന് വെടി വെക്കാം. ഗ്രാനിന്റെ തലയെ കൊണ്ടുവന്നിട്ടും ഗ്രാനിക്ക് ഷോക്ക് അടിച്ചില്ല. ഇതൊന്നൊരു കഷ്ടമാണ് ഗൈസ്. ഗ്രാനിക്ക് നമ്മൾ പാക കൊടുക്കും. നമ്മളെ പഴയ പരിപാടി തന്നെ നമ്മളിത് ഇപ്രാവശ്യം ഗ്രാനിനെ നമ്മൾ പൂശും. ഉറപ്പാണ്, ഉറപ്പ്. അതത്രേ ഉള്ളൂ നമ്മളോടെ കളി. പിന്നെ നമുക്കൊന്നും കൂടെ ചെയ്യാം. ഇവിടെ നമ്മൾ ആ സംഭവം അടിച്ചൊക്കെ ഇട്ട് നൊസ്ഫെറാറ്റുവിൻ്റെ സംഭവമൊക്കെ തുറക്കാം. യോ അതാണ്ട് നൊസ്ഫെറാറ്റു മോനെ സുഖമാണോ? കുറേ നാളായിട്ട് കിടക്കുമല്ലേ, ശ്വാസമൊക്കെ വലിച്ചു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. പുള്ളിക്കാരൻ മാഞ്ഞു പോയിട്ടുണ്ട്. നമുക്കിനി നമ്മളെ പണി നോക്കാം. നമുക്ക് ഇതിനകത്തുനിന്ന് ഡോർ ഹാൻഡിൽ അത് നമുക്ക് വേണ്ട. നമ്മൾ ബോട്ട് എസ്കേപ്പ് അല്ലേ ചെയ്യാൻ, അതുകൊണ്ട് അത് വേണ്ട. നമുക്കിനി പാഡ്ലോക്ക് ചെയ്യാൻ വേണ്ട. അതിനി അവിടെ പോയി കിടക്കുവാണ് വേണ്ടത്. നമുക്ക് ബോർഡ് വെച്ചിട്ട് കൂട്ടിയിടട്ടെ. അതെ ഗ്രാനി റിവെഞ്ച്. നിങ്ങൾ പേടിക്കണ്ടോ കേട്ടോ. ഗ്രാനിക്ക് ഷോക്ക് അടിച്ചുകൊണ്ട് അങ്ങനത്തെ ശബ്ദമൊക്കെ വന്നത്. അല്ലെങ്കിൽ ഗ്രാനി നോർമലായിട്ടൊക്കെ പറയത്തുള്ളൂ അല്ലേ ഗ്രാനി? ഗ്രാനി മയക്കത്തില്ല, മൈൻഡാക്കണ്ട. നമുക്ക് കാണുമ്പോൾ എന്നാ പോലെ അങ്ങ് തോന്നും. ഫ്ലഷും അടിക്കാൻ പറ്റത്തില്ല, അടിക്കത്തുമില്ല. ഗൈസ് ഇച്ചിരി നേരം TV കാണാം. കമോൺ ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്കിനി TV നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകാം. ബോറെടുക്കും. ഫ്രഞ്ച് എടുത്ത് തിരിക്കണം. ഓക്കെ, ഈ ഫ്രഞ്ച് പോയി തിരിച്ചിട്ട് മറ്റേ സംഭവത്തിന് തൊഴുത്ത് കളയണം. അതിനെ തൊഴുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ശബ്ദം കേട്ടപ്പോൾ ഗ്രാനി വരും.
വാ ബിരിയാണി, വാ വാ വാ, സമയമായി. ആ വന്നല്ലോ. ഗ്രാനി വീണ്ടും അങ്ങനെ വാഴക്കൊലയായിട്ടുണ്ട്. നമുക്കിനി ഗ്രാനീനെ അവിടെ ബാക്കി പണി നോക്കിപ്പോകാം. എനിക്കിനി ഗ്രാനീനെ നോക്കിക്കൊണ്ട് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. ഇവിടെ പാഡ്ലോക്ക് ഉണ്ട്. യെസ്, ബോട്ട് എസ്കേപ്പിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടി ഗൈസ്. ഇനി സാധനങ്ങളങ്ങ് ഫിറ്റ് ചെയ്തിട്ട് എസ്കേപ്പ് ചെയ്തും കൂടെ മതി. ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ട്വിസ്റ്റ് ഇല്ലാതെ എസ്കേപ്പ് ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ട്വിസ്റ്റ് എന്നാൽ ലാസ്റ്റിലേ കാണത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങ് കട്ടാക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇച്ചിരിയും കൂടെ ഉള്ളു. എൻ്റെ നേരത്തെ ചാരിക്കിടന്ന് ഉമ്മ വെക്കാൻ പറ്റും. അയ്യേ പോകാനുള്ള അങ്ങോട്ട്. ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഇനി എന്തോ പറയാനേ. ഇനിയും ബോട്ട് സ്റ്റിയറിംഗ് വീല് കൊണ്ടുപോയി വെക്കണം. ഇനി മുമ്പ് ഗ്രാനീനെ ഒന്നും കൂടെ ഒന്ന് തട്ടി വെക്കാം. ഈ ചെക്കനത് ഓക്കെ, ഇനിയും ബാക്കി പരിപാടിയിലോട്ട് കടക്കാം. ബാക്കി പരിപാടി എന്നാന്ന് വെച്ചാൽ നമുക്കിനി മേളിലോട്ട് പോയി മറ്റേ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കണം. അതാണ്. ഗോയ്സ്, ടെസ്റ്റ് നോക്കിക്കോ.